വളരെ എളുപ്പത്തിലും നല്ല പെർഫെക്റ്റ് ആയിട്ടും കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സമൂസ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നോമ്പ് തുറക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്നാക്കാണ് സമൂസ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ സമൂസ ഷീറ്റൊന്നും ഉണ്ടാക്കി ഒരുപാട് അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിതവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളി ജീരകവും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞത് പാനിലേക്ക് ചേർത്തിട്ട് ഒരു ഇത്തിരി ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മളിത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് കരിഞ്ഞു പോകരുത്. ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മളിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കുന്നത് വെജിറ്റബിൾ സമോസയാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് നല്ല ടേസ്റ്റ് നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പൊട്ടറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ട് പൊടികളെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കും കൂടി വേണം കേട്ടോ. അപ്പോൾ മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മസാലയൊക്കെ നമ്മളെ ഉരുളക്കിഴങ്ങിൽ നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടും. പിന്നെ മൂടി തുറന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. എന്നാൽ ഒരുപാടങ്ങ് വെന്ത് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടിക്കാൻ കിട്ടും വേണം കേട്ടോ ഉരുളക്കിഴങ്ങൊക്കെ. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള പച്ചക്കറികളാണ്. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റും ചെറുതായി അരിഞ്ഞതും അതുപോലെ ബീൻസും പിന്നെ കുറച്ച് ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഫ്രോസൺ എടുത്തത് കേട്ടോ. നിങ്ങളുടെ അതില്ലെങ്കിൽ സാധാരണ ഒന്ന് ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചാട്ട് മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് വെള്ളമാണ്. അപ്പോൾ കുറച്ച് അടിയിലൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇത് ആവശ്യത്തിന് നമുക്ക് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി വേണം. അതും കൂടിയും ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ചൂടുവെള്ളം കേട്ടോ നമ്മൾ ചേർത്തത്. അതുപോലെ നമ്മൾ ചാട്ട് മസാല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കണം കേട്ടോ. അത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ ഇത് നമ്മൾ ഇടയ്ക്കിടെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടല്ല നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പൊട്ടറ്റോ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ചൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് നമ്മൾ വെന്ത് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ആ ഒരു സമൂസയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫില്ലിങ് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാടങ്ങ് ഉടച്ചെടുക്കരുത്. ഉരുളക്കിഴങ്ങ് വേവുന്ന ഒരു സമയം മാത്രം മതി. അപ്പോൾ ഇതൊക്കെ നല്ല കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സമൂസ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിച്ചപ്പാണ്. അപ്പോൾ ചെറുതായി അരിഞ്ഞിട്ട് നമുക്കിതിലേക്കൊന്ന് ചേർക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചെറുനാരങ്ങാൻ്റെ നീരും കൂടി നമുക്ക് ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ സമൂസ ഷീറ്റ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതല്ല. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് സ്വിറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ്. അപ്പോൾ സമൂസ ഷീറ്റ് ഇതുപോലെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മാത്രമല്ല 2 ഷീറ്റ് ഒരുമിച്ച് വെച്ചിട്ട് ഇതിനുള്ളിൽ ആ ഒരു ഫില്ലിങ് നിറയ്ക്കാം. അപ്പോൾ ഈ ഒരു കപ്പ് ഷേപ്പിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ മസാല നിറച്ചാൽ മതി. അപ്പോൾ ഇതുപോലുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ആ ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് മസാല പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഗ്യാപ്പൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പ് ഷേപ്പിൽ കിട്ടും. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മസാല നിറയ്ക്കുന്നത്. അപ്പോൾ മസാല നിറയ്ക്കുമ്പോഴും ഒരുപാടങ്ങ് നിറയ്ക്കരുത്. അങ്ങനെ നിറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഷീറ്റ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 1-1.5 ടേബിൾ സ്പൂൺ മാത്രം നിറച്ചാൽ മതി. കുത്തി നിറച്ച് വെക്കരുത് കേട്ടോ. ഇനി മേലെ ഒന്ന് നമുക്ക് ലെവൽ ചെയ്തിട്ട് ഇതിൻ്റെ അങ്ങേ ആ ഒരു അറ്റത്തുനിന്ന് ഇങ്ങോട്ടേക്കൊന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ മൈദേൻ്റെ പേസ്റ്റ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് മൈദപ്പൊടി വേണമെങ്കിൽ ഒരു ഇത്തിരി ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ആക്കിയെടുത്താൽ മതി. അപ്പോൾ 2 ഷീറ്റ് ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ട് സമൂസ കഴിക്കുമ്പോൾ കിട്ടും കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഷീറ്റാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ സമൂസ ഷീറ്റ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് പുറത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് ഫ്രീസറിൽ അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് പുറത്തുനിന്ന് ഇങ്ങനെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. മൈദപ്പൊടിയൊന്നും കുഴച്ച് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കാൻ വല്ലാണ്ട് മടിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫില്ലിങ് മാത്രം തയ്യാറാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇത് സമൂസയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. ബാക്കി വേണമെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു 1/2 മണിക്കൂർ മുന്നേ എടുത്തിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് തണുപ്പ് മാറിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താലും മതി.
അപ്പോൾ ഇത് നമ്മൾ നല്ല തിളച്ച എണ്ണയിലേക്ക് ഓരോ സമൂസ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചീനിച്ചട്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സമയത്ത് 1-2 മാത്രമേ ഇടാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് വീതിയുള്ളൊരു പാത്രത്തിലൊക്കെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് തന്നെ ഒരു 5-8 ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് റെഡിയാവും കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് എന്താ പറയുക 2 സൈഡും തിരിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്ക് അടുപ്പത്ത് നിന്ന് വാങ്ങാം. അതുപോലെ തന്നെ ഒരുപാട് സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കളറൊക്കെ മാറി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് വേറെ ഫ്രൈ ചെയ്യാനോ കുക്ക് ചെയ്യാനോ ഒന്നുമില്ല. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള മാവൊക്കെ നമ്മൾ കുക്ക് ചെയ്തെടുത്തതാണ് ഓൾറെഡി. ഇതിൻ്റെ ആ ഒരു പുറമേയുള്ള ആ ഒരു ഷീറ്റ് മാത്രം ഒന്ന് കളർ മാറുക മാത്രമേ വേണ്ടൂ. അപ്പോൾ നമ്മൾ സമൂസയൊക്കെ ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിരിക്കും. പ്രത്യേകിച്ച് ഇത് പുറമേ നിന്ന് വാങ്ങുന്ന ഷീറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ വീട്ടിൽ മൈദപ്പൊടിയൊക്കെ വെച്ച് തയ്യാറാക്കുന്നതാണെങ്കിൽ മുട്ട ചേർത്തിട്ട് തയ്യാറായി കഴിഞ്ഞാൽ ഇതുപോലെ നല്ലോണം പൊങ്ങി വന്ന് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ നമ്മുടെ പുറമേയുള്ള ആ ഒരു ഷീറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്